പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഇന്ന് നാം ധ്യാനിക്കുന്ന വചനഭാഗം പ്രഭാഷകന്റെ പുസ്തകം 11 അധ്യായം 24 വാക്യം. വചനപ്രകാരം പറയുന്നു, എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട്, എന്ത് ആപത്ത് വരാനാണ് എന്ന് പറയരുത്. രണ്ട് കാര്യമാണ് പറയുന്നത്. അതായത് ഒരിക്കലും പറയരുത് എനിക്ക് ആവശ്യത്തിനെല്ലാം ഉണ്ട്, ഞാൻ എന്നിൽ തന്നെ എല്ലാം ഉള്ള വ്യക്തിയാണ്, എനിക്കൊന്നും സംഭവിക്കില്ല. ഈ വചനമാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, ഇങ്ങനെ പറയുമ്പോൾ ഇതൊരു അഹങ്കാരത്തിനും അലംഭാവത്തിനും എതിരുള്ള മുന്നറിയിപ്പായി ഈ വചനഭാഗം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് സിയനായിലെ സെൻറ്റ് കാതറിൻ പറയുന്നുണ്ട്, ഈ അനുമാനം ആത്മാവാകുന്ന വൃക്ഷത്തിൻ്റെ പേരിൽ വിഷം കുഴിച്ചിടുന്ന പോലെയാണ്. നാം അതിനെ വളരെ ശ്രദ്ധയോടും വിനയത്തോടും കൂടി പിഴുതെറിഞ്ഞില്ലെങ്കിൽ അതൊടുവിൽ ആത്മാവ് നശിപ്പിക്കുമെന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ വചനഭാഗത്ത് ചിന്തിക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉണ്ടെന്നോ നമുക്ക് മോശമായി ഒന്നും സംഭവിക്കില്ല എന്നും കരുതരുതെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം കർത്താവ് നമ്മുടെ പ്രവൃത്തിക്ക് അനുസരിച്ച് പ്രതിഫലം നൽകുവാൻ കഴിയും. എനിക്കിത് മതിയെന്നും ഭാവിയിൽ എനിക്കെന്ത് സംഭവിക്കും, ഒരു ദുരന്തം സംഭവിക്കില്ല എന്ന് ചിന്തിക്കരുതെന്നുള്ള ഒരു വാണിംഗ് ആണ് ദൈവം തരുന്നത്. ഈ തരം അപകടമായ ഒരു മനോഭാവം തമ്പുരാൻ്റെ പരമാധികാരത്തെ അംഗീകരിക്കുന്നതിൽ നാം പരാജയപ്പെടുകയാണ്. ഈ വചനഭാഗം എളിമയും സ്വന്തം പരിമിതികളെയും തിരിച്ചറിയുന്നതിനും ദൈവത്തിലുള്ള ആശ്രയത്തെ പ്രോത്സാഹിപ്പിക്കും ഒന്നാണത്. മറക്കരുത്, കർത്താവ് വ്യക്തികളുടെ നിലവിലെ സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കിയല്ല, മറിച്ച് പ്രവൃത്തിയിൽ അനുസരിച്ചാണ് പ്രതിഫലം നൽകുകയോ ശിക്ഷിക്കുകയോ ചെയ്യുന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. സമത്വത്തെ തുടർന്ന് പ്രതികൂല സാഹചര്യങ്ങൾ എളുപ്പത്തിൽ ഉണ്ടാകുമെന്ന കാര്യം കൂടുതൽ ശക്തമായി നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ഭൂമിയിലെ നേട്ടങ്ങളുടെ ക്ഷണികമായ സ്വഭാവം എടുത്തു കാണിക്കുന്നു ഈ വചനം. മറക്കരുത്, ഈ ഭൂമിയിലെ ക്ഷണികമായ സ്വഭാവം എടുത്തു കാണിക്കുന്നു. പ്രത്യേകിച്ച് ഓർക്കുക പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ന്യായവിധി വേഗത്തിലും ഉറപ്പായും ഉള്ളതാണെന്നും മരണസമയത്ത് നാം നമ്മുടെ പ്രവൃത്തികൾക്കനുസരിച്ച് വിധിക്കപ്പെടുമെന്നും പറയാണ്. യേശുവിലേറ്റവും പ്രിയമുള്ളവരെ, നമുക്ക് അഹങ്കരിക്കാനൊന്നുമില്ല. ഞാൻ എന്നെ തന്നെ എല്ലാം നേടിയെന്ന് പറയാൻ നമുക്കൊന്നുമില്ല. കർത്താവിന് ഒരു നിമിഷം മതി. എങ്കിൽ ദൈവത്തോട് ചേർന്നുകൊണ്ട് എളിമപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെയും എല്ലാ അഹങ്കാരത്തിൽ നിന്നും എന്നെ കാക്കേണമേ. എല്ലാത്തിനും ഞാൻ അങ്ങേ ആശ്രയിക്കുന്നുവെന്നും എനിക്ക് എന്നെ തന്നെ ഒന്നും ചെയ്യാൻ കഴിവില്ല എന്ന ബോധ്യം മനസ്സിലാക്കുവാൻ എന്നെ സഹായിക്കണമേ. ഈശോയെ, എളിമയുടെ ഹൃദയം നൽകി എന്നെ അനുഗ്രഹിക്കണമേ. എളിമയുടെ മകുടമായ പരിശുദ്ധ അമ്മേ, എനിക്കെന്നെ മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. നമ്മുടെ കർത്താവായ മിശിഹാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.